നമസ്കാരം. മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാടിനെതിരെ CPMന്റെ സൈബർ ആക്രമണം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പരിഹസിക്കുന്ന തരത്തിൽ സംസാരിച്ചുവെന്ന് പറഞ്ഞാണ് സൈബർ ആക്രമണം. അശ്ലീല കമന്റുകളും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങളും സ്മൃതിക്കെതിരെ ഇടത് സൈബർ ഹാൻഡിലുകൾ നടത്തുന്നുണ്ട്. റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിക്കിടയിലായിരുന്നു സ്മൃതിയുടെ പരാമർശം. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ എത്തിയത് നാടകമെന്നായിരുന്നു സ്മൃതി തുറന്നു പറഞ്ഞത്. കാണാനെത്തിയ 13 പേരെയും പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണെന്നും സ്മൃതി തുറന്നു പറഞ്ഞു. എന്നാൽ ഇത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ അധിക്ഷേപിക്കുകയാണെന്ന പേരിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ സ്മൃതി പറഞ്ഞതിനെ വളച്ചൊടിക്കുകയായിരുന്നു. തുടർന്ന് അതിരൂക്ഷമായ തരത്തിൽ സൈബർ ആക്രമണം നടത്തി. എന്നാൽ വിമർശിച്ചത് സർക്കാരിനെയാണ്, ദുരന്തബാധിതരെ അല്ലെന്ന് സ്മൃതി പിന്നീട് വിശദീകരിച്ചു. ദുരന്തബാധിതരെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും അവർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ആളുകളെ കൊണ്ടുപോയ നടപടിയെ നാടകം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇത് ദുരന്തബാധിതർക്കെതിരല്ല, മറിച്ച് അവരെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചവർക്കെതിരെയായിരുന്നു. ഇന്നും താൻ ദുരന്തബാധിതർക്കൊപ്പമാണെന്നും സ്മൃതി പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സർക്കാർ ഒരു ഔദാര്യം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് താൻ വിമർശിച്ചത്. ജനങ്ങൾ നൽകിയ സഹായം ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമ്പോൾ അത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണെന്നും, എന്നാൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ദുരന്തബാധിതരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി നന്ദി പറയിപ്പിച്ചത് ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണെന്നും അവർ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ അന്തസ്സില്ലാത്ത ഭാഷയിൽ പ്രതികരിച്ചുവെന്നും, ഒരു വിഭാഗം മാധ്യമങ്ങൾ ദുരന്തബാധിതരെ കൊണ്ട് നിർബന്ധിച്ച് ബൈറ്റുകൾ എടുപ്പിച്ച് തന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ ആരോപിച്ചു. വിഷയത്തിൽ സ്മൃതിയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയാണ് സ്മൃതി വിമർശിച്ചതെന്നും അവരും ചൂണ്ടിക്കാട്ടുന്നു. സ്മൃതിക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയും രംഗത്ത് വന്നു. MV നികേഷ് കുമാർ ഇവരുടെ പുണ്യാളൻ, അരുൺകുമാർ നിഷ്പക്ഷ മാധ്യമ വിചാരകൻ, ബാക്കി സ്മൃതി ഉൾപ്പെടെയുള്ളവർ എല്ലാം മാപ്രകളാണെന്നായിരുന്നു സ്മൃതിയെ പിന്തുണച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവും ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥിയുമായ അബിൻ വർക്കി പ്രതികരിച്ചത്. അബിൻ വർക്കിയുടെ കുറിപ്പിങ്ങനെ: സ്മൃതി പരുത്തിക്കാട് അവർ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അവരുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി സ്മൃതി പരുത്തിക്കാട് എന്ന റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ വ്യാപക അധിക്ഷേപമാണ് സൈബറിടങ്ങളിൽ CPM നടത്തുന്നത്. എങ്ങനെയൊക്കെ അവരെ അശ്ലീലമായി ചേർത്ത് വെക്കാമോ അങ്ങനെയൊക്കെ CPMന്റെ സൈബർ ഗുണ്ടകൾ ചെയ്യുന്നുണ്ട്. CPMന്റെ കൂടെ നിന്ന് അവർ കോശാന പാടിയാൽ മാത്രം കിട്ടുന്ന പ്രിവിലേജിനപ്പുറം ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പോയാൽ അവരെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുക എന്നതാണ് പൊതുവായ CPM സമീപനം. റിപ്പോർട്ടർ ചാനലിലെ തന്നെ മുൻ MD MV നികേഷ് കുമാർ ഇവരുടെ പുണ്യാളൻ, അരുൺകുമാർ നിഷ്പക്ഷ മാധ്യമ വിചാരകൻ, ബാക്കി സ്മൃതി ഉൾപ്പെടെയുള്ളവരെല്ലാം മാപ്രകൾ. ഇതാണ് CPMന്റെ സെലക്റ്റീവ് നവോത്ഥാനം. ഒരു സിനിമയിൽ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാവങ്ങളെയാണ് ഞാൻ പാവമായി കണക്കാക്കുന്നുള്ളൂ എന്ന് കൈതേരി സഹദേവൻ എന്ന കഥാപാത്രം പറഞ്ഞതുപോലെയാണ് CPMന്റെ ഇടപെടലുകൾ. എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവർ മാന്യന്മാർ, നിഷ്പക്ഷർ, ആദർശവാദികൾ, സ്വദേശാഭിമാനികൾ. അവർക്ക് തരാതരം പോലെ മടത്തിലമ്മ ട്രോഫികൾ. പാർട്ടിയെ വിമർശിക്കുന്നവരെ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച പ്രൊഫൈലുകളിൽ നിന്ന് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ സൈബർ ബുള്ളിങ്. ഇതിൽ ഏറ്റവും വിചിത്രം, നവോത്ഥാനം എന്ന വാക്ക് പൊക്കിപ്പിടിച്ച് കവിത എഴുതി പിള്ളേരെ പഠിപ്പിച്ച് പ്രസംഗിച്ച് കൊടിപിടിച്ച് നടക്കുന്ന ഒട്ടേറെ പുരോഗമനവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന നവോത്ഥാന നായകർ ഈ നാട്ടിലുണ്ട്. അതിൽ തന്നെ 2-3 ആളുകൾ സ്മൃതിയുടെ കസേരയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഇന്നും നവോത്ഥാനം വിളമ്പുന്നുണ്ട്. സൈബർ അധിക്ഷേപങ്ങൾ എന്നും പറഞ്ഞ് ഒരു വാലും മുറിയും ഇല്ലാതെ കണ്ടവരുടെ നറേറ്റീവ് വിളമ്പാൻ വേണ്ടി ഇരിക്കുന്നവരുമുണ്ട്. പക്ഷേ അവർ പോലും ഒരു അറപ്പും വെറുപ്പുമില്ലാതെ ഈ ഫാസിസ്റ്റ് അജണ്ടയുടെ ഏജന്റുമാർ ആകുന്നു എന്നതാണ്. സ്വന്തം സഹപ്രവർത്തകരെ ഭരണകൂടം വേട്ടയാടിയപ്പോൾ മൗനിയായിരിക്കുകയും ജേർണലിസം കുട്ടികൾക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്ന രാജ്യസഭാ MPമാരും സ്വന്തം സഹപ്രവർത്തക അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ സ്വതസിദ്ധമായ ശൈലിയിൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന നവോത്ഥാന മാധ്യമ പ്രവർത്തകരുമൊക്കെ ഹൈബ്രിഡ് ഫാസിസ്റ്റുകളായി അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭരണകൂടം ചെയ്യുന്ന തിന്മകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയാൽ വേട്ടയാടുന്ന RSS CPM രീതിയെ നാം ഒന്നു ചേർന്ന് പ്രതിരോധിക്കണം. NB ഇതേ പോസ്റ്റ് 3 കൊല്ലം മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അന്ന് തുടങ്ങിയ ആ സൈബർ ആക്രമണം ഇന്നും യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നുവെന്നും അബിൻ വർക്കി കുറിക്കുന്നു.